الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباء، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قال إبراهيم لأبيه آزر أتتخذ أصناما آلهة إني أراك وقومك في ضلال مبين وكذلك نري إبراهيم ملكوت السماوات والأرض وليكون من الموقنين فلما جن عليه الليل رأى كوكبا قال هذا ربي فلما أفل قال لا أحب العافلين فلما رأى القمر بازغا قال هذا ربي فلما أفل قال لئن لم يهدني ربي لأكونن من القوم الضالين فلما رأى الشمس بازغة قال هذا ربي هذا أكبر فلما أفلت قال يا قوم إني بريء مما تشركون إني وجهت وجهي للذي فطر السماوات والأرض حنيفا وما أنا من المشركين. صدق الله العظيم. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മനുഷ്യചരിത്രത്തിലെ അതിബൃഹത്തായ ബലിയുടെ സ്മരണ ഉയർത്തിക്കൊണ്ടാണ് ഒരിക്കൽ കൂടി ഹജ്ജ് മാസം നമ്മളെ തേടിയെത്തുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സത്യവിശ്വാസികളുടെ പ്രതിനിധികൾ ഈ വർഷത്തെ ഹജ്ജ് നിർവഹിക്കുന്നതിനായി സൗദി അറേബ്യയിലെ വിവിധ ഭാഗങ്ങളിൽ മക്കയിലും മദീനയിലും ഒക്കെ എത്തിച്ചേർന്നുകൊണ്ടേയിരിക്കുന്നു. വളരെ കുറഞ്ഞ സമയം കൂടി കഴിയുമ്പോൾ നമ്മൾ ഹജ്ജ് മാസത്തിൽ പ്രവേശിക്കും. ഹജ്ജ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരിക സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകന്മാരുടെ പ്രപിതാവായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമേയും ഇസ്മായിലിനെയും ഹാജറയും സാറയും ഒക്കെ. യഥാർത്ഥത്തിൽ ഹജ്ജ് മനുഷ്യാരംഭം മുതലേ ഉണ്ടായിരുന്നതാണ് നമുക്ക് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യ കുടുംബം ആദവും ഹവയും മക്കളുമൊക്കെ താമസിച്ചിരുന്നത് സൗദിയിലെ മക്ക ജിദ്ദ ആ പ്രദേശവുമായി ബന്ധപ്പെട്ടാണ്. പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ജിദ്ദ എന്ന് പറയുന്നത് തന്നെ ജദ്ദ മമ എന്ന അർത്ഥത്തിൽ മാതാവിനെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് എന്നുള്ളതാണ്. ആദം സ്പീക്ക് എന്ന് പറയുന്ന സറന്ദീപ്, ശ്രീലങ്ക, പഴയ സിലോൺ, സറന്ദീപ് എന്നായിരുന്നു അറബി നാമം. അവിടെയായിരുന്നു ആദം നബി ആദ്യമായി ഭൂമിയിൽ ഇറങ്ങി വന്നതെന്നും അദ്ദേഹം ഇവിടെ നിന്ന് നടന്നുപോയി എന്നൊക്കെയുള്ള ചരിത്ര രേഖകൾ പല പണ്ഡിതന്മാരും എടുത്തുദ്ധരിക്കുന്നുണ്ട്. അവർ കണ്ടുമുട്ടിയ തിരിച്ചറിഞ്ഞ സ്ഥലമാണ് അറഫ. ആദം നബിക്ക് ഭൂമിയിൽ ആരാധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ആദ്യത്തെ ഭവനമാണ് ഈ കഅബ. അത് സ്വർഗത്തിലെ ബൈത്തുൽ മഅമൂറിൽ മലക്കുകൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആ കഅബയുടെ അതേ ഛായയിലാണ് സൃഷ്ടിച്ചിട്ടുള്ളതെന്നൊക്കെ സൂചിപ്പിക്കുന്ന ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ചരിത്രപരമായി നോക്കുമ്പോൾ ആദ്യ മനുഷ്യൻ മുതൽ
നമ്മളെ ഈ കഅബയുമായിട്ട് ഹൃദയബന്ധം ഉണ്ടാക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഏറ്റവും ഒടുവിലായി വന്ന പ്രവാചകൻ. അറഫയിലാണ് അദ്ദേഹം ഹജ്ജിൻ്റെ മഹാസമ്മേളനം നടത്തിയത്. ആ സമ്മേളനം മനുഷ്യന്മാരുടെ ഭൗതിക ജീവിതം കഴിഞ്ഞതിന് ശേഷമുള്ള പരലോക ജീവിതത്തിൻ്റെ മഹ്ശറയെ ഓർമ്മിപ്പിക്കുന്ന വിധമാണ്. അവിടെ എല്ലാവരും അവരുടെ എല്ലാ വേദനകളും രോദനകളും പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ച് വേദനകളും പ്രയാസങ്ങളും ഒക്കെ അയച്ചു വെക്കുന്ന ഒരു സ്ഥലം. മഹ്ശറയിൽ വിചാരണയ്ക്ക് കാത്തു നിൽക്കേണ്ടി വരുമെന്ന ഒരു ബോധത്താൽ അന്തിമ വിചാരണ ഉണ്ടാകുന്നതിന് മുമ്പ് സ്വന്തം നിലയ്ക്ക് വിചാരണ നടത്തി ജീവിതത്തെ നന്നാക്കുന്ന ഏറ്റവും ബൃഹത്തായ ഒരു സമ്മേളനം. അതുകൊണ്ട് ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ്ടായി. അപ്പോൾ ഈ ഹജ്ജിൻ്റെ ഈ സംഗതികളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ക്രോഡീകരിച്ചപ്പോൾ ഏറ്റവും പ്രാധാന്യം നൽകിയത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിക്കായിരുന്നു. ഇബ്രാഹിമി മില്ലത്തിനെ പിന്തുടരാനാണ് യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചത് എന്നുള്ളത്. ഈ പ്രപഞ്ചത്തിൻ്റെ നാഥൻ ഏകനായ അള്ളാഹു മാത്രമാണെന്നും എല്ലാ ആശയും പ്രതീക്ഷയും അവനിൽ മാത്രം ബന്ധിപ്പിക്കണമെന്നും ആവശ്യങ്ങൾ അവനോട് ചോദിക്കണം എന്നും ഉള്ള അള്ളാഹുവിൻ്റെ യഥാർത്ഥ നിർദ്ദേശം അത് പ്രാവർത്തികമാക്കാനുള്ള ബോധനത്തിനിടയിൽ പ്രവാചകന്മാർക്ക് നേരിടേണ്ടി വന്ന എതിർപ്പുകളെയും പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഒക്കെ ഒരുപാട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിച്ചിട്ടുണ്ട്. അതിലവർ ബലി കൊടുക്കേണ്ടി വന്നത് പലപ്പോഴും പലർക്കും ജീവൻ തന്നെയായിരുന്നു എന്നുള്ളതാണ്. പല പ്രവാചകന്മാരും കൊല്ലപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. യഹ്യ നബി കൊല്ലപ്പെട്ടതാണ്. അതുപോലെ ഇസ്രായേൽ പ്രവാചകന്മാരിൽ പലരും കൊല്ലപ്പെട്ടു എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു സംഗതിയാണ്. ഈ പ്രവാചകന്മാർക്കൊക്കെ മാതൃക കാണിച്ച ഒരു മഹാപ്രവാചകൻ, ആധുനിക പ്രവാചക പരമ്പരയിലെ തുടക്കം നൂഹ് നബി മുതൽ ഇബ്രാഹിം നബി വരെ ഒരു പഴയ കാലഘട്ടമായിട്ടാണ് കണക്കാക്കുന്നത്. ആദ്യത്തെ പ്രവാചകൻ നൂഹായിരുന്നു. ആദം നബി അലൈഹി സ്വലാമ ഒരു നബിയായിരുന്നെങ്കിലും പ്രത്യേകിച്ച് ഗ്രന്ഥങ്ങളൊന്നും നൽകിയിരുന്നില്ല. കുറേ നിർദ്ദേശങ്ങൾ, കുറേ ഇൽഹാമുകൾ, കുറേ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഷീസ് എന്ന് പറയുന്ന ആദമിൻ്റെ മകനും പ്രവാചകനായിരുന്നു. അഖ്നാസ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ ഇവർക്കിടയിലുണ്ടായിരുന്നു. ലാമിക്കിൻ്റെ മകനായി 10ാം തലമുറയിൽ ജനിച്ച നൂഹ് നബിയാണ് ആദ്യ പ്രവാചകനായി അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണുന്നത്. നൂഹ് നബി മുതൽ ഇബ്രാഹിം നബി വരെ ഒരു കാലഘട്ടം, ഒരു പുരാതന കാലഘട്ടമായിട്ട് ഏൻഷ്യൻ ഏജ് എന്നൊക്കെ പറയുന്ന ആധുനിക പ്രവാചകന്മാർ അത് തന്നെ 14,000 വർഷം. കാരണം ഇവിടെ ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ഭാഗത്ത് നിന്ന് അവിടെ നിന്ന് വളർന്നു വന്ന സമൂഹങ്ങളിൽ നിന്ന് നിലനിൽക്കുന്നുള്ള ഇന്നത്തെ നിലവിലുള്ള ജൂത, ക്രൈസ്തവ, മുസ്ലിം സമൂഹങ്ങളുടെ പൈതൃകം സമ്മേളിക്കുന്നത് ഇബ്രാഹിം നബിയിലാണ്. ഇബ്രാഹിമിൻ്റെ മകൻ ഇസ്ഹാഖ്, യാക്കൂബ്, അവിടെ നിന്നാണ് ആ മൂസാ നബി മുതൽ വരെയുള്ള മൂസാ നബി കഴിഞ്ഞ് ഈസാ നബി വരെയുള്ള ആളുകൾ വരുന്നത്. ഇസ്മായിലിൻ്റെ വംശപരമ്പരയിലാണ് മുഹമ്മദ് നബി വരുന്നത്. അപ്പോൾ രണ്ടും യഥാർത്ഥത്തിൽ ഒരേ പിതാവിലേക്ക് സമ്മേളിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം മുതലാണ്. ഇസ്മായിലിന് മക്കയിലാണ് താവളമായിരുന്നെങ്കിൽ ഇസ്ഹാഖും അതുപോലെ തന്നെ യാക്കൂബുമൊക്കെ ഊറിലും പലസ്തീനിലും ഈജിപ്തിലും ജോർഡാനിലും മദ്ദയിലുമൊക്കെ ആയിട്ടാണ് അവരുടെ പ്രബോധന രംഗങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ മനുഷ്യ സമൂഹത്തെ ഇങ്ങനെ ഒരു ഏകോദര സാഹോദര്യത്തിൽ കുട്ടിയുറപ്പിക്കുന്ന ചങ്ങല. അതുപോലെ അവരുടെ രക്ഷിതാവ് ഒന്നാണ്, അവരുടെ ആരാധനാ കേന്ദ്രം ഒന്നാണ്, അത് കഅബയാണ് എന്ന് ആദം നബി മുതൽ നമ്മളിങ്ങനെ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു ചങ്ങല. അത് അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു തആല അത് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഇബ്രാഹിം നബിയെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഒരു വ്യക്തി എന്നതിലുപരി ഒരു മഹാപ്രസ്ഥാനമായിരുന്നു ഇബ്രാഹിം നബി എന്നാണ് പറയുന്നത്. അല്ലാഹു തആല എന്നെ പറയുന്നത്, സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ വലം യകുൻ മിനൽ മുശ്രിക്കീൻ എന്നാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ഋജുമാനസനായി പൂർണ്ണമായി കീഴടങ്ങിയിരുന്ന ഒരു മനുഷ്യനായിരുന്നു, ഒരു പ്രവാചകനായിരുന്നു, ബഹുദൈവ വിശ്വാസികളിൽ പെട്ട ആളായിരുന്നില്ല. ഷാക്കിറൻ ലി അൻഅമിഹി ഇജ്തബാഹു വഹദാഹു, അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി കാണിക്കുന്നവനായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ നാം പ്രവാചകനായി തിരഞ്ഞെടുക്കുകയും വഅതൈന ഇലാ വഹദാഹു ഇലാ സിറാത്തിൻ മുസ്തഖീം, അതായത് നേരായ പാതയിൽ നാം അവനെ നയിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ള ആ ഒരു പ്രവാചകന് വഅതൈനഹു ഫിദ്ദുനിയ ഹസന വഇന്നഹു ഫിൽ ആഖിറതി മിനസ് സാലിഹീൻ, ദുനിയാവിൽ നാം അവർക്ക് നന്മ അദ്ദേഹത്തിന് നാം നൽകി എന്നുള്ളതാണ്. പരലോകത്താണെങ്കിലോ ഏറ്റവും ഉത്തമമായ സാലിഹ്യങ്ങളുടെ കൂട്ടത്തിൽ അവൻ നാം പെടുത്തുകയും ചെയ്തു. തുമ്മ ഔഹൈന ഇലൈക്,
പിന്നെ ഇതെല്ലാം പറഞ്ഞ് പഠിപ്പിച്ചതിന് ശേഷം നാം നിനക്ക് ബോധനം നൽകിയത് അനിത്തബഅ മില്ലത ഇബ്രാഹീമ ഹനീഫ, ഇബ്രാഹീമിൻ്റെ മാർഗം അത് വളരെ ഇർജുമാനസനായിക്കൊണ്ട് ഇബ്രാഹിമിൻ്റെ മാർഗം നീ പിന്തുടരുക. വമാ കാന മിനൽ മുശ്രിക്കീൻ, അവൻ ബഹുദൈവ ചിന്തകന്മാരിൽ പെട്ടവനായിരുന്നില്ല. ബഹുദൈവ പൂജയോ ബഹുദൈവ വിശ്വാസമോ ബഹുദൈവ താല്പര്യങ്ങളോ ബഹുദൈവ ആഗ്രഹങ്ങളോ ഒന്നും യഥാർത്ഥത്തിൽ ഇബ്രാഹിമിന് ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഇബ്രാഹിമിനെ നീ പിന്തുടരുക എന്നാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഇബ്രാഹിം നബിയെ പല സ്ഥലത്ത് 10-70 സ്ഥലത്ത് 70-ലധികം സ്ഥലത്ത് ഇങ്ങനെ ആവർത്തിച്ച് പേരെടുത്ത് പറഞ്ഞും പേരെടുത്ത് പറയാതെയും അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇബ്രാഹിം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അതായത് റഹ്മ് എന്നാണ് വന്നതെന്നാണ് പറയുന്നത്. ഒരുപാട് ഗവേഷണം അതിൽ നടത്തിയിട്ടുണ്ട്. കൽദാനി ഭാഷയാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത്. ആ കൽദാനി ഭാഷയിൽ റഹ്മ് എന്ന വാക്കിനാണ് അബ്രഹാമായതും ഇബ്രാഹിമായതും, അതായത് കാരുണ്യത്തിൻ്റെ പിതാവ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ വളരെ വലിയ കാരുണ്യം, ആ കാരുണ്യം എന്ന് പറഞ്ഞത് ലോകത്തിന് മുഴുവനും നന്മ നൽകുന്ന മഹാകാരുണ്യമായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. പക്ഷേ ആ കാരുണ്യത്തിൻ്റെ പേരിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രകൃതി വിരുദ്ധമായ ചിന്താഗതികൾ അദ്ദേഹം ഒരിക്കലും അനുവദിച്ചിരുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവിത കഥകൾ ഓതിക്കൊണ്ട് ഓരോ തരത്തിലുള്ള സംഭവങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ട് ആധുനിക വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൻ്റെ ആഴങ്ങളിൽ ഇറങ്ങിയാൽ മാത്രം കാണുന്ന ചില പ്രത്യേക ടെക്നിക്കുകൾ പ്രയോഗിച്ചുകൊണ്ട് അധ്യയന മനഃശാസ്ത്രത്തിൻ്റെ നൂതനമായ സംഗതികളെന്ന് ഇന്ന് നമ്മൾ വിചാരിക്കുന്ന സംഗതികൾ തന്നെ 4500-5000 വർഷങ്ങൾക്ക് മുമ്പ് പ്രയോഗിച്ചുകൊണ്ട് പ്രബോധനം നടത്തിയ ഏറ്റവും മഹത്തരമായ ഒരു മാതൃക ഇബ്രാഹിം നബിയുടെ കാര്യങ്ങൾ പ്രബോധന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ള. വദ്കർ ഫിൽ കിതാബി ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ, നീ ഈ വേദഗ്രന്ഥത്തിൽ അതായത് ഏറ്റവും സത്യസന്ധനായ പ്രവാചകനായ ഇബ്രാഹിമിൻ്റെ സംഗതി പറഞ്ഞത് അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇത് ഖാല ലി അബീഹി യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ മനുഷ്യ മനസ്സിൽ പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളൊരു സംഗതി, മനുഷ്യ മനസ്സിൻ്റെ അടിസ്ഥാന പ്രകൃതം അതൊരു സൃഷ്ടിയാണെന്നും അതിന് ഏകനായ ഒരു സൃഷ്ടാവുണ്ട് എന്നും ആണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അവൻ പടച്ച എല്ലാ മനസ്സുകൾക്കും ഈ ഒരു ജ്ഞാനം നൽകിയിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ നമ്മളതിനെ സംശയിക്കേണ്ടതില്ല. എന്തായാലും നമുക്കെന്തായാലും ഉണ്ട്. ഇല്ലാതെ നടക്കുന്ന ആളുകൾ അതില്ലാത്തവരാണോ എന്ന് സംശയിക്കേണ്ടതില്ല. കാരണം അല്ലാഹു പറഞ്ഞു തന്നിരിക്കുന്നു, മനുഷ്യ മനസ്സിൻ്റെ അടിസ്ഥാന പ്രകൃതം ഈമാൻ ഫിത്ര അതൊരു സൃഷ്ടിയാണ് എന്നും അതിന് ഏകനായ ഒരു സംരക്ഷകനുണ്ട്, ഒരു സൃഷ്ടാവുണ്ട് എന്നുള്ള ബോധമാണ്. അപ്പം ആ ഒരു ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രവാചകനും വന്നില്ലെങ്കിലും മനുഷ്യന് ബഹുദൈവത്വ ചിന്ത ഒരു തരം സ്വാഭാവികമായ ഒരു അലർജി ഉണ്ടാക്കുന്നതാണ്, ഒരു അനിഷ്ടം ഉണ്ടാക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രബോധനം ലഭിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ബഹുദൈവ വിശ്വാസിയായിരുന്നില്ല എന്നുള്ളതാണ്. മക്കയിൽ ബഹുദൈവ വിശ്വാസികളുടെ കൂടാരത്തിൽ ജനിച്ച വളർന്ന അദ്ദേഹം ഒരിക്കൽ പോലും ബഹുദൈവ പൂജകനായിരുന്നില്ല. അതേപോലെ ഇബ്രാഹിം നബി അദ്ദേഹം ജനിച്ചത് വിഗ്രഹങ്ങൾ ഉണ്ടാക്കുകയും വിൽക്കുകയും പൂജിക്കുകയും ചെയ്യുന്ന നമ്രൂദ് രാജാവിൻ്റെ കാര്യസ്ഥനായ ആസർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീട്ടിലായിരുന്നു. അതിനൊക്കെ ഒരുപാട് കഥകളുണ്ട്. ആസർ അവിടുത്തെ രാജാവിൻ്റെ വലിയൊരു കാര്യസ്ഥനായിരുന്നു. ആരോ ഒരു പ്രവചനം നടത്തിയിരുന്നു, അതായത് ഏതോ ഒരു കാലഘട്ടത്തിൽ ഒരു കുട്ടി ജനിക്കും, അത് നമ്രൂദിൻ്റെ കോട്ടകൊത്തളങ്ങളെ അടിച്ചു തീർക്കുന്ന ആദർശമായി വരും. അങ്ങനെ നമ്രൂദ് ആ സമയത്ത് കുട്ടികളെ പ്രസവിക്കാതിരിക്കാൻ വേണ്ടി ഭാര്യാഭർത്താക്കന്മാരെ ഒഴിച്ചു നിർത്തിയിരുന്ന ഏർപ്പാടുകളൊക്കെ ചെയ്തിരുന്നു. ഈ സന്ദർഭത്തിൽ ഒരു ദിവസം ആസറിൻ്റെ നമ്രൂദിൻ്റെ കണ്ണ് വെട്ടിച്ച് കാര്യസ്ഥൻ വീട്ടിൽ പോവുകയും ഭാര്യയുമായി ബന്ധപ്പെടുകയും ചെയ്തു. അങ്ങനെയൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് ബൈബിൾ കഥകൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ സത്യാവസ്ഥയിലേക്കൊന്നും പോയിട്ട് നമ്മളെ തലപുണ്ണാക്കേണ്ടതില്ല. യഥാർത്ഥത്തിൽ അത്ഭുതകരമായ ഒരു പ്രത്യേക സ്ഥിതിവിശേഷത്തിലാണ് ഇബ്രാഹിം നബി ജനിച്ചതും വളർന്നതുമെന്ന് നമുക്ക് ചരിത്ര പാഠങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വീട്ടിൽ നിറഞ്ഞ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന ആൾ, വിഗ്രഹങ്ങൾ വിൽക്കുന്ന ആൾ, വിഗ്രഹങ്ങളെ പൂജിക്കുന്നവൻ, അങ്ങനെയുള്ളൊരു പിതാവിൻ്റെ പുത്രനായി ജനിച്ചു. കുട്ടിയായ ഇബ്രാഹിമിന് ഇതിനോട് ഭയങ്കരമായ ഒരു 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 അനിഷ്ടം തോന്നി, ഒരു വെറുപ്പ് തോന്നി. ഇത് ശരിയല്ലല്ലോ, യഥാർത്ഥത്തിൽ ഈ വിഗ്രഹങ്ങൾ നമുക്കൊന്നും തരുന്നില്ലല്ലോ, ഈ വിഗ്രഹങ്ങളെ നമ്മൾ വിളിച്ചാൽ മിണ്ടാത്ത, പറഞ്ഞാൽ കേൾക്കാത്ത, നമ്മളെ വികാരങ്ങൾ അറിയാത്ത
ഈ വിഗ്രഹങ്ങൾ, അത് തടി കൊണ്ടുള്ള വിഗ്രഹങ്ങൾ, അതുപോലെ ലോഹം കൊണ്ടുള്ള വിഗ്രഹങ്ങൾ, അതുപോലെ പലതരത്തിലുള്ള വിഗ്രഹങ്ങൾ. പോരാത്തതിന് കൽദാനികൾ അന്ന് അക്കാലത്ത് 5000-ത്തിലധികം ആരാധ്യന്മാർ അവർ ഇലാഹുകളുണ്ടായിരുന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. നമുക്ക് എണ്ണി കണക്കാക്കാൻ പറ്റില്ല. 5000 ഇലാഹുകളൊക്കെ നമുക്ക് എങ്ങനെ എണ്ണി കണക്കാക്കാം? സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം, അതുപോലെ പലതിനെയും, തീ, അങ്ങനെ പലതിനെയും അവർ ആരാധിച്ചിരുന്നു എന്ന് ചരിത്രം പറയുന്നു. ഇതെല്ലാം കൂടി ഇബ്രാഹിം നബിക്ക് വളരെ വലിയ ഒരു പ്രയാസം ഉണ്ടാക്കിയപ്പോൾ ആദ്യം തന്നെ അദ്ദേഹം ഒരു തയ്യാറെടുത്ത് കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ വളർന്നു വരുമ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ ആലോചിച്ച് അവസാനം അദ്ദേഹം ഇത് ഖാലലി അബീഹി, അദ്ദേഹത്തിൻ്റെ വപ്പാനോട്, പിതാവിനോട് ചോദിക്കുകയാണ്, യാ അബത്ത്, അല്ലയോ പിതാവേ, ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ. ഇപ്പോൾ കേൾക്കുകയും അതുപോലെ കാണുകയും ഒന്നും ചെയ്യാത്ത, യാതൊരു ഉപകാരമില്ലാത്ത ഈ സാധനത്തിൻ്റെ എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി, ഇബ്രാഹിം നബി ചോദിക്കുകയുണ്ടായി. സ്വാഭാവികമായിട്ടും കടുത്ത വിഗ്രഹപൂജകനായിരുന്ന ആസറിന് ദേഷ്യം പിടിക്കുമെന്നുള്ളതാണ്. എന്നിട്ട് മറുപടി പറയുന്നതിന് മുമ്പ് അദ്ദേഹം പറയാണ്, നിങ്ങൾക്ക് ലഭ്യമല്ലാത്ത ഒരറിവ് എനിക്ക് എൻ്റെ നാഥൻ തന്നിട്ടുണ്ട്. അത് ഏകനായ അള്ളാഹുലേക്കാണ് നിങ്ങളെ നയിക്കുന്ന ശാന്തിയുടെ, സമാധാനത്തിൻ്റെ, നിർഭയത്തിൻ്റെ വഴിയാണ്, ജീവിത വിജയത്തിൻ്റെ വഴിയാണ്. ഈ ഭൗതിക ജീവിതം കഴിഞ്ഞാൽ ഒരു പരലോക ജീവിതമുണ്ട്. ഇവിടത്തെ ജീവിത വിജയവും അവിടുത്തെ ജീവിത വിജയവും ഒക്കെ കരസ്ഥമാക്കാൻ പര്യാപ്തമായ ഒരു വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്നെ പിന്തുടർന്നാൽ ഞാൻ നിങ്ങൾക്ക് ശരിയായ മാർഗം കാണിച്ചു തരാം എന്ന് അദ്ദേഹം പറയാണ്. ശരിയായ മാർഗം കാണിച്ചു തരും. ഇനി അഥവാ നിങ്ങളെങ്ങാനും എന്നെ പിന്തുടരാതെ പോയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും ശിക്ഷ നിങ്ങൾക്ക് ഏൽപ്പിച്ചു കളയുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് ചൂടായി. സ്വാഭാവികമായിട്ടും ഖാല അറാഗിബുൻ അൻത അൻ ആലിഹത്തി യാ ഇബ്രാഹിം, എൻ്റെ ദൈവങ്ങളെ, ഞാൻ കുലദൈവങ്ങളായി സ്വീകരിച്ചു വന്ന ഈ ദൈവങ്ങളെ എൻ്റെ മകനായി നീ ധിക്കരിച്ച് ഒഴിവാക്കുകയാണോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിർത്തുന്നില്ല. ഇല്ലം തന്തഹി ലഅർജുമന്നക വഹ്ജുർനി മലിയ തുടങ്ങുകയാണ്. അതായത് നീ ഇപ്പം നീ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ കല്ലെറിയും. പിതാവും മകനോട് പറയാ, നിങ്ങൾ ഈ ചെയ്യുന്ന സംഗതി സത്യവിരുദ്ധവും പ്രകൃതി വിരുദ്ധവും ഒരു ഉപയോഗവും ഇല്ലാത്ത സംഗതി, അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ദേഷ്യം ഉണ്ടാക്കുന്ന കാര്യമാണ് വാപ്പ, ഇത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ ഇത് കഥ പറയാൻ എളുപ്പമാണ്. നമ്മുടെ ഇപ്പോൾ കാരണം ഒരു നല്ല അതിശക്തമായ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു മോശത്തനം ചെയ്താൽ പുതിയ തലമുറയ്ക്ക് പറയാൻ, ഇപ്പോഴത്തെ തലമുറയ്ക്ക് പേടിയില്ല, നമ്മുടെയൊക്കെ തലമുറയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം അവരെന്തുണ്ട്, ഇപ്പോഴത്തെ തലമുറ എന്ന് പറഞ്ഞാൽ വാപ്പാൻ്റെ തോളിൽ ഇരുന്നിട്ട് കളിക്കുന്ന തലമുറയാണ്. കാരണം ഈ ടെക്നോളജിയുടെ തലമുറയ്ക്ക് വകുതിരിവ് വളരെ കുറഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ നമ്മുടെയൊക്കെ തലമുറയിൽ പിതാവിനോടൊരു കാര്യം പറയാൻ വളരെ ഭയമായിരുന്നു. അപ്പോൾ ഇബ്രാഹിം നബിയുടെ ആ കാലഘട്ടത്തിലെ അവസ്ഥ എന്തായിരിക്കും? പിതാവ് ചെയ്യുന്നത് ശുദ്ധ അസംബന്ധവും അനാവശ്യവുമാണ് എന്ന് പറയാനുള്ള ആർജവം കാണിച്ചു അവസാനം സംവാദത്തിൽ ഏർപ്പെട്ടു. അപ്പോൾ പിതാവ് പറയണം, നീ ഇത് നിർത്തിയില്ലെങ്കിൽ ഞാൻ നിന്നെ കല്ലെറിയും, നീ എന്ന വഹ്ജുർനി മലിയ, നീ കുറെ കാലത്തെങ്കിലും എൻ്റെ അടുത്ത് നീ മാറി നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മാറി നിൽക്കണം എന്ന് പറഞ്ഞിട്ട് പിതാവും മകനുമായിട്ട് വേർപിരിയുന്ന ഒരു രംഗമാണ്. ഒരുപാട് വിശദാംശങ്ങൾ ഖുർആനിൻ്റെ പല ഭാഗത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട ആയത്തുകളാണ് നിങ്ങളെ ഞാൻ ആദ്യം കൽപ്പിച്ചത്. ഇദ് ഖാല ഇബ്രാഹീമു ലഅബീഹി ആസറ അതത്തഖിദു അസ്നാമൻ ആലിഹ, നിങ്ങൾ ഈ വിഗ്രഹങ്ങളെയാണോ നിങ്ങൾ ദൈവങ്ങളായി സ്വീകരിച്ചിട്ടുള്ളത്? ഇന്നി അറാക വ ഖൗമക ഫീ ളലാലിൻ മുബീൻ. വളരെ ക്ലിയർ ആയിട്ട് പറയാം, ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളും നിങ്ങളുടെ ഈ പരിപാടികൾ ചെയ്യുന്ന ജനതയും വ്യക്തമായ വഴികേടിലാണ്. മറ്റൊരു സ്ഥലത്താണ് ഞാൻ നേർമാർഗം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് സംവാദത്തിൽ ഏർപ്പെടുന്നതും അവസാനം പാപ്പ മകനെ അടിച്ച് പുറത്താക്കുകയാണ്. ആദ്യമായി ആദർശത്തിൻ്റെ പേരിൽ പിതൃസ്നേഹം നഷ്ടപ്പെടുന്നു. പിതൃസ്നേഹം നഷ്ടപ്പെടുമ്പോൾ അവിടെ മാതൃസ്നേഹവും നഷ്ടപ്പെടുന്നു. മാതാവ് ഇബ്രാഹിമിൻ്റെ കൂടെ വന്നിട്ടില്ല. അപ്പോൾ പിതൃസ്നേഹം കുടുംബത്തിൻ്റെ പേരിലാണ്. യുവാവായ ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യമായ സന്ദർഭത്തിൽ കുടുംബത്തിൽ നിന്ന് നിഷ്കാസിതനാകുമ്പോഴുള്ള ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിക്കണം. അതൊരു ബലിയാണ് എന്നുള്ളതാണ്. അതാണ് ആദ്യത്തെ ബലി. അദ്ദേഹം നൽകിയ ആദ്യത്തെ ബലി, ആദർശത്തിൻ്റെ പേരിൽ ആദ്യത്തെ ബലി കുടുംബവുമായിട്ടുള്ള എല്ലാ ബന്ധവും അറ്റുപോവുകയാണ് എന്നുള്ളതാണ്.
യാതൊരു തരത്തിലുള്ള കോംപ്രമൈസിനും തയ്യാറാവാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിൽ ഉറച്ചു നിന്നുകൊണ്ട് സ്വന്തം പിതാവിനോട് ആദർശത്തിന് വേണ്ടി അടരാടാൻ വീട്ടിൽ നിന്ന് തന്നെയാണ് ജിഹാദ് യഥാർത്ഥത്തിൽ തുടങ്ങിയിട്ടുള്ളത്. പുറത്ത് നാട്ടിൽ പോയല്ല, വീട്ടിൽ നിന്ന് തന്നെയാണ്. വീട്ടിലാണ് കുഴപ്പമുള്ളതുകൊണ്ട് വീട്ടിൽ നിന്ന് തന്നെയാണ് ജിഹാദ് തുടങ്ങി. ഇതിൽ തന്നെ ഒരു സന്ദേശം നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിലാണ് സത്യവിശ്വാസത്തിൻ്റെ ആദ്യ ബാലപാഠങ്ങൾ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത്. ഒരുപാട് സാമൂഹ്യ പ്രവർത്തകർ, ഇസ്ലാമിക പ്രവർത്തകർ, അതുപോലെ സംഘടനാ പ്രവർത്തകരൊക്കെ ഉണ്ട്. പക്ഷേ മക്കളൊരറ്റണത്തിനെയും ആ വഴിയിലേക്ക് കിട്ടൂല. ഭയങ്കര വാപ്പ വലിയ വാഴ, വലിയ നേതാവ്, വലിയ പണ്ഡിതൻ, അറിയപ്പെടുന്ന പണ്ഡിതൻ, മക്കളോ തലകുത്തനെ അതിനെതിരായിട്ട് പ്രസ്താവന ഇറക്കുകയും എഴുതിയൊക്കെ നടക്കണം. ഒരുപാട് സംഭവങ്ങളുണ്ട്. അത് മക്കൾ പോയതുകൊണ്ട് ഇയാൾ നടത്തേണ്ടെന്നല്ല. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി സ്വന്തം വീട്ടിലാണ് യഥാർത്ഥത്തിൽ ആദർശത്തിൻ്റെ ആദ്യ വിത്ത് പാകേണ്ടതും അവിടെയാണ് ശരിയാക്കേണ്ടത്. അൻഫുസകും വഅഹ്ലീകും നാറ എന്നാണ്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം തടി നോക്കുക, പിന്നെ അഹ്ലിൻ്റെ തടിയൊന്നും നരകത്തിൽ പെടാതിരിക്കാൻ വേണ്ടി നോക്കുക എന്നുള്ളത്. അപ്പം ആദർശത്തിൻ്റെ ആദ്യ വിത്തുകൾ പാകേണ്ടത് ആദർശ പ്രബോധകന്റെ സ്വന്തം കുടുംബത്തിൽ തന്നെയാണ് എന്നൊരു സന്ദേശം ഇബ്രാഹിമും അസറും തമ്മിലുള്ള ജീവിതം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. പിന്നെയാണ് നാട്ടിലേക്ക് ഇറങ്ങുന്നത്. അദ്ദേഹം അവിടെ ഇറങ്ങുന്നതിന് മുമ്പ് അള്ളാഹു ഇടപെട്ട് പറയും, കദാലിക നുരീ ഇബ്രാഹിമ മലക്കൂത്തസ് സമാവാതി വൽ അർള് ലിയകൂന മിനൽ മുഖിനീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിന്റെ ആധിപത്യ രഹസ്യം, അതായത് പ്രപഞ്ചത്തിന്റെ ഫംഗ്ഷന്റെ ഒരു യാഥാർത്ഥ്യം ഇബ്രാഹിമിന് മനസ്സിലാക്കി കൊടുത്തു. ഏകനായ തമ്പുരാനാണ് ഇതെല്ലാം നിയന്ത്രിക്കണമെന്ന് വ്യക്തമായി ഇബ്രാഹിമിന്റെ വക്രതയില്ലാത്ത ബുദ്ധിക്ക് മനസ്സിലാക്കും വിധം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുത്തു. എന്തിനാണ് ലിയകൂന മിനൽ മുഖിനീൻ, അവന് ദൃഢബോധ്യമുള്ളവരിൽ പെട്ടവരാവാൻ. അപ്പോൾ വിജ്ഞാനം കൊണ്ട് മാത്രം വിശ്വാസം ഉറപ്പിച്ചു നിർത്താൻ പറ്റില്ല. വിജ്ഞാനത്തിൻ്റെ കൂടെ വിശ്വാസം സർട്ടിഫൈ ചെയ്തിട്ട് വിശ്വാസം പ്രായോഗിക ജീവിതത്തിൽ വരുമ്പോൾ അത് യഖീനാവും. പടച്ച തമ്പുരാനെ നീ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസമുള്ളതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. സഹായം എത്തുമ്പോൾ അധികം ആളുകളും അത് സ്വാഭാവികമായിട്ട് വന്നതാണ്, അല്ലെങ്കിൽ അങ്ങനെ നിന്നാണ്, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് എന്നൊന്നും വിചാരിക്കില്ല. അപ്പോൾ അത് മനസ്സിലാക്കണം, ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് എൻ്റെ രക്ഷിതാവ് എന്നെ പരിഗണിച്ചത്. കാരണം ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഖുൽ മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും. നീ അവരോട് പറയുക, അവരുടെ പ്രാർത്ഥന ഇല്ലായിരുന്നെങ്കിൽ നാം പരിഗണിക്കുമായിരുന്നില്ല. അപ്പോൾ പ്രാർത്ഥിക്കാനൊരു ഇൽഹാം കിട്ടി, നാം പ്രാർത്ഥിച്ചപ്പോൾ അല്ലാഹു തആല ഉത്തരം നൽകി. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നു എന്ന് പറയുന്ന അല്ലാഹു യാഥാർത്ഥ്യമാണ് എന്ന് എൻ്റെ അനുഭവത്തിലൂടെ തെളിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് യഖീനായി, ദൃഢബോധ്യമായി. എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ചുവടുവെപ്പിലും എൻ്റെ നാഥനോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും എനിക്ക് ഉത്തരം കിട്ടുമെന്ന ദൃഢമായ ബോധ്യം എല്ലാ പ്രവാചകന്മാർക്കും ഉണ്ടായിരുന്നു. ഇബ്രാഹിം നബിക്കുണ്ടായിരുന്നു, മുഹമ്മദ് നബിക്കുണ്ടായിരുന്നു. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും, പക്ഷെ നമ്മൾ ചോദിച്ചത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നോളണമെന്നില്ല എന്നതാണ്. കാരണം ചോദിച്ചത് തന്നെ തരിക എന്നുള്ളത് ഒരു പരീക്ഷണത്തിൻ്റെ ഒരു മോഡലല്ല. അള്ളാഹുവാണ് ഉത്തമൻ, സർവജ്ഞൻ. നമുക്ക് ഏറ്റവും ഉത്തമമായത് അള്ളാഹു തരും. നമുക്ക് ഉത്തമമായത് അള്ളാഹു തരും എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കുകയും അതിന് സമർപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ മുസ്ലിം ആവുക. നമ്മൾ ആഗ്രഹിച്ചതൊക്കെ കിട്ടുമ്പോഴല്ല മുസ്ലിം ആവുന്നത്. നമുക്ക് അള്ളാഹ് പ്രാർത്ഥിച്ചു, പ്രവർത്തിച്ചു, തവക്കൽ ചെയ്തു, പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നതിൽ സംതൃപ്തിയോടെ സ്വീകരിച്ചു. ഇതാണ് അവിടെ ഇബ്രാഹിം നബി അവിടെ അളവറ്റ പിതൃസ്നേഹത്തോടു കൂടി പോകാൻ നേരത്ത് പറയുന്നൊരു വാക്ക് അല്ലാഹു തആല ഉദ്ധരിക്കുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് മുശ്രിക്കായ ഒരു മനുഷ്യന് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് ഇസ്ലാമിൽ നിയമമുണ്ട്. പക്ഷേ ഇബ്രാഹിം നബി ആ സന്ദർഭത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ബഹുദൈവ വിശ്വാസികളാണെന്ന് ബോധ്യമായതിനു ശേഷം അവർക്ക് പൊറുക്കലിനെ ചോദിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിമിന്റെ കാര്യം എക്സെപ്ഷനാണ്. അവനവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പിതാവിനോടൊരു വാഗ്ദാനം ചെയ്തൊരു പ്രവാചകന്റെ വാഗ്ദാനം പൂർത്തീകരിക്കാൻ വേണ്ടി നാം അത് അവന് അനുവദിച്ചു കൊടുത്തതാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. നമുക്ക് മനസ്സിലാക്കി തരികയാണ് ഇബ്രാഹിം നബിയിലൂടെ. അതായത് നമ്മൾ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും എന്നിട്ട് ആ വിശ്വാസം പ്രായോഗിക ജീവിതത്തിൽ പകർത്തി ബോധ്യം ഉണ്ടാക്കുകയും ചെയ്യുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിയാത്തതുകൊണ്ടല്ല, അറിവുണ്ട്. ആ അറിവ് വിശ്വാസത്തിന്റെ തലത്തോളം എത്തുന്നില്ല എന്നുള്ളതാണ്.
ആ വിശ്വാസം ദൃഢബോധ്യത്തിൻ്റെ മേഖലയിലേക്ക് കടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ദൃഢബോധ്യമായി കഴിഞ്ഞാൽ ഒരു പ്രത്യേകമായ ഫോഴ്സ് നമ്മളിലുണ്ട്, നമ്മളെ അത് ശരിക്കും കാത്തുകൊള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം വീട്ടിൽ നിന്ന് ബഹിഷ്കൃതനായ അദ്ദേഹം നാട്ടിലേക്ക് ഇറങ്ങുകയാണ്. നാട്ടിൽ അങ്ങനെ ചെറുപ്പക്കാരുമായിട്ട് നമ്മളവിടെ വായനശാലയിലൊക്കെ പോയിരുന്ന് സംസാരിക്കും പോലെ ഈ ഊർപട്ടണം എന്ന് പറഞ്ഞാൽ 3 ലക്ഷം മുതൽ 5 ലക്ഷം വരെ ഉണ്ടായിരുന്ന ഇന്നത്തെ ഇറാഖിൻ്റെ അത്ര തന്നെ വീതി നീളമൊക്കെയുള്ള ഒരു രാജ്യമായിരുന്നു. അവിടെ ഈ പട്ടണത്തിൽ എല്ലാവിധ കാർഷിക മേഖല വളരെ അഭിവൃദ്ധി പ്രാപിച്ചതായിരുന്നു. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഇന്നത്തെ മോഡേൺ ടെക്നോളജി ഒന്നും ഇല്ലെങ്കിലും അക്കാലത്തെ ലോകത്തിലെ ഏറ്റവും സമ്പന്നവും ഏറ്റവും മുമ്പന്തി നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഇബ്രാഹിം നബി വളർന്നു വലുതായത് എന്നുള്ള ഒരുപാട് ചെറുപ്പക്കാരും ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചെറുപ്പക്കാരുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു ദിവസം അദ്ദേഹം ആ ചെറുപ്പക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി പറഞ്ഞു, ഫലമ്മ ജന്ന അലഹില്ലയിൽ, അതായത് രാവ് അദ്ദേഹത്തെ മൂടിയപ്പോൾ എന്ന് വെച്ചാൽ രാത്രിയായപ്പോൾ, നല്ല ഖുർആന്റെ ആ ഒരു ആഖ്യാന ശൈലിയിൽ പറയാം, രാവ് അവന്റെ മേൽ മൂടുപടമണിഞ്ഞപ്പോൾ എന്ന് മലയാളത്തിൽ പറയാം. രാത്രിയായപ്പോൾ എന്ന ലളിതമായ ഒരു ഭാഷ ഖുർആന്റെ സാഹിത്യ ഭാഷയിൽ പറയുമ്പോൾ വളരെ കൗതുകകരമായ ഗംഭീരമായ വല്ലമ്മ ജന്ന അലൈഹില്ലൈലു, അതായത് അലൈഹില്ലൈലു. അവിടെ ഇബ്രാഹിം നബിയെ മാത്രം ഫോക്കസ് ചെയ്തൊരു ഏകവചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല, നാട്ടിലെ മുഴുവൻ ആളുകൾക്കും രാത്രി ഉണ്ടാവും, പക്ഷെ അവിടെ ഇബ്രാഹിം നബിയെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു പ്രത്യേകമായ ഒരു ഭാഷാ പ്രയോഗമാണ് എന്നുള്ളതാണ്. ഇബ്രാഹിമിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളിൽ പ്രകാശമാണ്, പുറത്താണ് ഇരുട്ട്. അവിടെ മനുഷ്യർക്ക് അകത്തും പുറത്തുമൊക്കെ ഇരുട്ടാണ്. ഒരു ചെറിയ നക്ഷത്രം അവൻ കണ്ടു. അപ്പോ അൽഹദ റബ്ബി, അപ്പൊ അത് ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു, ഇതാണ്, നിങ്ങൾ ഈ കാണിക്കുന്നതൊന്നുമല്ല, ഇതാണ് എൻ്റെ രക്ഷിതാവ് എന്ന് പറഞ്ഞു. അപ്പൊ ജനങ്ങളൊക്കെ അങ്ങോട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി. കാര്യം കൽദാനികളിൽ ഒരു വിഭാഗം ആളുകൾ നക്ഷത്രങ്ങളെ ആരാധിക്കുന്ന ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊരു താല്പര്യം ഉണ്ടായി. അവർ പറഞ്ഞു, ഇബ്രാഹിം നമ്മളെ കൂട്ടത്തിൽ കൂടിയിരിക്കണമല്ലോ എന്ന് ചെന്ന് എല്ലാവരും കൂടി പറഞ്ഞു. കുറെ കഴിഞ്ഞപ്പോൾ ആ നക്ഷത്രത്തെ കാണാനായി. ഫലമ്മ അഫല ഖാലല ഉഹബ്ബുൽ ആഫിലീൻ. അവിടെ ഒരു പ്രവാചകൻ കള്ളം പറയല്ല, മനുഷ്യ മനസ്സിനെ താൻ ഉദ്ദേശിച്ച ആദർശത്തിലേക്ക് കടത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി അവർ ചെയ്യുന്ന വഴിയിലൂടെ നടന്ന് കൈപിടിച്ചുയർത്തുന്ന ഒരു പ്രത്യേകതരം അധ്യയന മനഃശാസ്ത്രം, അതായത് ഒരു തരം ടീച്ചിങ് സൈക്കോളജി അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ സൈക്കോളജി, അതാണ് അവിടെ യഥാർത്ഥത്തിൽ പ്രയോഗിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുമതിയോടുകൂടി അല്ലാഹു തആല സർട്ടിഫൈ ചെയ്ത് ഇത് പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ. അപ്പോൾ അത് നശിച്ചു പോയപ്പോൾ, അല്ലെങ്കിൽ ആ നക്ഷത്രം മാഞ്ഞു പോയി പറഞ്ഞു, ഈ മാഞ്ഞു പോകുന്ന ഒന്നിനെയും അതായത് ദൈവമാക്കാൻ കൊള്ളൂല, അതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ചന്ദ്രൻ ഉദിച്ചേർന്നു. വളരെ വേഗത്തിലാണ് സംഗതി പറഞ്ഞു പോകുന്നത്. അത്ര വേഗത്തിൽ പറഞ്ഞില്ലെങ്കിൽ ഇത് 3-4 ഖുത്ബയിലൊന്നും തീരൂല്ല എന്നുള്ള. അതായത് സൂര്യന് നക്ഷത്രത്തെ വിട്ടു, അത് കഴിഞ്ഞ് ചന്ദ്രൻ ഉദിച്ചു വരുമ്പോൾ പറഞ്ഞ ഇത് കൊള്ളാമല്ലോ, ഇത് കുറച്ചുകൂടി പ്രകാശമൊക്കെ ഉണ്ട്, അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ എൻ്റെ രക്ഷിതാവ് എന്ന് പറഞ്ഞപ്പോൾ ജനങ്ങൾ കുറെ ആളുകൾ അതിൻ്റെ കൂടെ കൂടി. അതും ഫലമ്മ അഫല ഖാല ലഇല്ലം യഹ്ദിനി റബ്ബി ലഅകൂനന്ന മിനൽ ഖൗമിൽ ളാലിൻ. അത് നഷ്ടപ്പെട്ടു പോയപ്പോൾ അതങ്ങ് അസ്തമിച്ചു പോയി പറയാണ്, എൻ്റെ രക്ഷിതാവ് എന്നെ വഴി കാണിച്ചില്ലെങ്കിൽ, ഇതിനിപ്പോ നേരത്തെ പ്രകാശം ഉണ്ടായിരുന്നു, ഈ പ്രകാശം നഷ്ടപ്പെട്ടു പോയി, അതിനെനിക്ക് എന്നെയും നിങ്ങളെയും വഴി കാണിക്കാൻ പറ്റൂല. അത് നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നും ദൈവമാവാൻ പറ്റൂലല്ലോ, നമ്മളെക്കാൾ കഴിവില്ലാത്തതാണല്ലോ. ഒരു യുക്തി ചിന്തയാണ് അവിടെ. അതായത് നമ്മളെപ്പോലെ ബുദ്ധിയും കഴിവും ശേഷിയുള്ള ഒരു മനുഷ്യൻ നയിക്കണമെങ്കിൽ നമ്മളെ കൂടെ പ്രകാശം ചൊരിഞ്ഞ് നിൽക്കുന്ന ഒന്നിനെയല്ലേ രക്ഷിതാവാക്കാൻ പറ്റൂ. ഇതെന്തായിരുന്നാലും കുറച്ചു നേരം വന്ന് ആകാശത്ത് നിന്ന് പിന്നെ അതങ്ങ് പോവുകയാണ്. അപ്പൊ ഏതോ ഒരു കൺട്രോൾ അതിനുണ്ട്, അതിന്റെ മുകളിൽ ഒരു ദൈവമുണ്ട്, അതൊരു ദൈവമാവാൻ പറ്റൂല എന്നതാണ്. ആ വിഷയങ്ങളൊന്നും യഥാർത്ഥത്തിൽ അല്ലാഹു തആല ഇതിനകത്ത് പറയുന്നില്ല. വളരെ വേഗം തന്നെ അത് പറഞ്ഞു പോയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന്റെ വിശദാംശങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് പറയാ, വലമ്മാ റഅശംസ ബാസിഖതൻ, പിന്നെ സൂര്യൻ അങ്ങനെ കത്തിജ്വലിച്ചു. ഈ പ്രഭാതത്തിലെ സൂര്യന്റെ കിരണം നമുക്കറിയാം, അത് വളരെ ശോഭയോടുകൂടി ഇങ്ങനെ വന്നപ്പോ അൽ ഹാദാ റബ്ബി ഹാദാ അക്ബർ, ഒരു വാക്കുകൂടെ അധികം പറഞ്ഞു, ഇത് മറ്റുള്ള എല്ലാത്തിനേക്കാളും വലുതാണ്, അതുകൊണ്ട് ഇതാണ് യഥാർത്ഥത്തിൽ എൻ്റെ രക്ഷിതാവ് എന്ന് പറഞ്ഞപ്പോൾ ജനങ്ങൾ അവിടെ കൂടി. വലമ്മ അഫലത്ത്, വൈകുന്നേരം ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അസ്തമിച്ചു പോലെ. നിങ്ങൾ ഈ സൂര്യനെ നിങ്ങൾ നക്ഷത്രത്തെ ആരാധിക്കുന്നു, നിങ്ങൾ ഈ ചന്ദ്രൻ ആരാധിക്കുന്നു, നിങ്ങൾ ഈ സൂര്യനെ ആരാധിക്കുന്നു, ഇതൊന്നുമല്ലാത്ത കല്ലുകളെയും മറ്റതിനൊക്കെ ആരാധിക്കുന്നു. ഈ ആരാധന എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംരക്ഷിക്കും, നിങ്ങളെ രക്ഷിക്കും, നിങ്ങളെ മോചിപ്പിക്കും, നിങ്ങളെ സാന്ത്വനപ്പെടുത്തും എന്നൊക്കെ വിചാരിച്ചല്ലേ. പക്ഷെ ഇതൊന്നും ചെയ്യൂല എന്ന് പ്രായോഗിക ജീവിതത്തിൽ മനസ്സിലായില്ലേ. അതുകൊണ്ട് ഇനി ബരിയും, ഞാൻ ഒഴിവാണ് കേട്ടോ, ഞാൻ നിങ്ങളെ കൂടെ ഇതിനൊന്നുമില്ല. നിങ്ങൾ അള്ളാഹുവിനോട്, യഥാർത്ഥ അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്ന ഒന്നിനും ഞാൻ നിങ്ങളോടൊപ്പം ഇല്ല. ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ
ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ വമാ അന മിനൽ മുശ്രികീൻ. അതേ സെന്റൻസ് ആണ് ലോകത്തിലെ എല്ലാ പ്രവാചകന്മാർക്കും പിന്നെ പറഞ്ഞ് നമ്മൾ നിസ്കാരത്തിൽ പറയുന്നത് തന്നെ, വമാ അന മിനൽ മുശ്രികീൻ. ബഹുദൈവ ചിന്തകളിൽപ്പെട്ട ഒരുപാട് ആഴത്തിലുള്ള അർത്ഥതലങ്ങളുള്ളതാണ്. നമ്മൾ ഈ കാണുന്ന, പറയുന്ന, കേൾക്കുന്ന, മനസ്സിലാക്കുന്ന ബിംബപൂജയും അതുപോലെ വിഗ്രഹപൂജയും മാത്രമല്ല, ആത്മപൂജയും അതുപോലെ അതിൻ്റെ വേറെ പല പൂജകളും ഒക്കെ ഉണ്ട്. വിശദാംശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് തരത്തിലുള്ള പൂജകളുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഇനി അടുത്ത ആയത്തുകളിൽ വരുന്നു. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് പ്രഖ്യാപിക്കാൻ ഇബ്രാഹിം നബിയോട് പറയുന്നു, അത് ഏറ്റുപാടാൻ മുഹമ്മദ് നബിയോട് പറയുന്നു. മുഹമ്മദ് നബിക്ക് ശേഷം ലോകത്തോടത് പറയാനുള്ള ഉത്തരവാദിത്വം ഞാൻ മുസ്ലിമാണ് എന്ന് പറയുന്ന ഓരോ മനുഷ്യനിലും നിക്ഷേപിച്ചിരിക്കുന്നു. ഇത് നമ്മൾ എത്രമാത്രം ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവർക്ക് എത്തിക്കുന്നു എന്നത് കാര്യമായ ഒരു ചോദ്യം തന്നെയാണ്. ആ ചോദ്യം ഏറ്റെടുക്കാൻ സന്നദ്ധമല്ലെങ്കിൽ ത്യാഗത്തിന്റെ ബലിപെരുന്നാൾ ആഘോഷിക്കാൻ നമുക്ക് അർഹതയില്ല എന്നാണ് എൻ്റെ പക്ഷം. അതായത് നമ്മൾ ഏത് പെരുന്നാളാണ് ആഘോഷിക്കുന്നത്, ആർക്കു വേണ്ടിയാണ് നമ്മൾ ആഘോഷിക്കുന്നത്, ആരെ സ്മരിച്ചുകൊണ്ടാണ്? ആ മഹാനായ പ്രവാചകൻ നടന്നുപോയ വീഥിയിലൂടെ നടക്കാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിച്ചിരിക്കുന്നു. മുഹമ്മദിന്റെ അനുയായികൾ എന്ന് പറയുന്ന ഉമ്മത്തെ മുസ്ലിമിനെ ലോകാവസാനം വരെ ആ വഴി പിന്തുടർന്നാൽ ആ പ്രകാശം കൊളുത്തി ലോകത്തിന് വെക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു. അതൊന്നും ചെയ്യാതെ കുറച്ച് വസ്ത്രമൊക്കെ വാങ്ങി കുറച്ച് ഇറച്ചിയൊക്കെ വെട്ടി തിന്നിട്ട് ബലിപെരുന്നാൾ ആഘോഷിക്കാമെന്ന് വിചാരിച്ചാൽ അതിൻ്റെ ആത്മാവ് നമുക്ക് കണ്ടെത്താൻ സാധ്യമാവില്ല. വളരെ ഗൗരവമുള്ള സംഗതിയാണ്. അതുകൊണ്ട് ബലിയുടെ ആത്മാവ് കണ്ടെത്തുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇവരെയുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الحمد لله حمدا كثيرا طيبا مباركا ينبغي لجلال وجهه وعظيم سلطانه سبحانك لا نحصي ثناء كما أثنيت نفسه لك الحمد حتى ترضى اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الإخوة الأحباء ഊസിക്കും വഇയ്യായ ഥാനിയൻ ബിതഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഹജ്ജിന് ആളുകൾ പോയി, പോകാത്ത ആളുകൾ അവരവിടെ ഹജ്ജിൻ്റെ ഏറ്റവും ഉത്തമമായ അറഫ നിർവഹിക്കുന്ന സന്ദർഭത്തിൽ അതിന് ഒരു ഐക്യദാർഢ്യമെന്നോണം നോമ്പനുഷ്ഠിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്മരണയിലേക്ക് നീങ്ങും. കൂടുതൽ കൂടുതൽ ഇസ്തിഗ്ഫാറും തൗബയും ചെയ്യാനും അള്ളാഹുവിനെ കൂടുതൽ സ്മരിക്കാനുള്ള ദിനങ്ങളാണ് യഥാർത്ഥത്തിൽ ദുൽഹജ്ജ്. ദുൽഹജ്ജിൻ്റെ 10 ദിവസങ്ങൾ വളരെ പ്രാധാന്യമുള്ള ദിവസങ്ങളാണ്. 1 മുതൽ 10 വരെ അത് പല സ്ഥലത്തും പരാമർശിച്ചിട്ടുണ്ട് എന്നുള്ള ലയാലിൻ ആശർ എന്ന് പറയുന്നതും അതാണ്. അപ്പോൾ 1 മുതൽ 10 വരെയുള്ള ദുൽഹജ്ജിൻ്റെ ദിനങ്ങൾ അടുത്ത ദിവസങ്ങളിൽ വരാൻ പോവുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ സ്വർഗം കിട്ടുക. സ്വർഗം കിട്ടാനും നമ്മളെ തെറ്റുകൾ പുറത്തു പോകണം. എത്ര വലിയ മഹാനായാലും അറിഞ്ഞോ അറിയാതെ ഒരുപാട് തെറ്റുകളുണ്ടാവും. ഈ തെറ്റുകളൊക്കെ പുറത്ത് കിട്ടാനും നല്ല ശുദ്ധമായ മനസ്സുണ്ടാവാനും എല്ലാവർക്കും നന്മ ഉണ്ടാവാനും കഴിവിൻ്റെ പരമാവധി എല്ലാവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനും ഒക്കെ തൗഫീഖിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനുള്ള സമയം. ഒരുപാട് ആവശ്യങ്ങളുണ്ടാവും, ജീവിതാവശ്യങ്ങൾ ഒരുപാടാളുണ്ടാവും, പലരോടും പറയാൻ പറ്റാത്ത ആവശ്യങ്ങളുണ്ടാവും, ഒരുപാട് തരത്തിലുള്ള ഉത്തരവാദിത്വങ്ങളും പ്രശ്നങ്ങളുണ്ടാവും, രോഗങ്ങളും കടങ്ങളും ഉണ്ടാവും, വ്യസനങ്ങളും പ്രയാസങ്ങളുണ്ടാവും, ആവശ്യങ്ങൾ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവും. ഇതൊക്കെ യഥാർത്ഥത്തിൽ ദീനിൻ്റെ പുറത്തല്ല. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധപൂർവം അറിഞ്ഞുകൊണ്ട് യുക്തിയോടെ നമ്മുടെ ജീവിതത്തിൽ സംവിധാനിച്ചു വെക്കുന്നതാണ്. അതാദ്യം ഒന്ന് മനസ്സിലാക്കണം. നമ്മുടെ ഒരു നിമിഷവും യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോകേണ്ട പ്രശ്നമില്ല. അള്ളാഹ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഓരോ ശ്വാസോച്ഛ്വാസത്തിനുള്ള കഴിവ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്, ഓരോ വികാരങ്ങളും നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. സത്യവിശ്വാസത്തോട് ഒട്ടി നിൽക്കുകയും അള്ളാഹുവിൻ്റെ സഹായം ആഗ്രഹിക്കുകയും പരലോക ജീവിതം ലക്ഷ്യം വെക്കുകയും ചെയ്യുന്നവന് അതിനൊരു താല്പര്യം ഉണ്ടാവും. അതിലാണ് ഹര ഉണ്ടാവുക, അതിലാണ് ആസ്വാദനം ഉണ്ടാവുക. ഇല്ലെങ്കിൽ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഏതൊരു സംഗതിയും ശ്രദ്ധിച്ചില്ലെങ്കിൽ, ഇപ്പോൾ ഇൻ്റർനെറ്റ്, ഫേസ്ബുക്ക്,
ഒരാളിങ്ങനെ ഫേസ്ബുക്കിൽ ഇങ്ങനെ ചാറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ചാറ്റിങ്ങിന് ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ മണിക്കൂറുകൾ ഇങ്ങനെ കടന്നു പോകണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഫേസ്ബുക്ക് കംപ്ലീറ്റ് അടച്ചു വെക്കണം, അക്കൗണ്ട് ക്ലോസ് ചെയ്യണം എന്നൊന്നും പറയുന്നില്ല. ഇടയ്ക്കൊക്കെ ഒന്നും നോക്കാൻ ആവശ്യമില്ല. ആവശ്യമുള്ളത് എല്ലാവരുമായിട്ട് 5000 ഫ്രണ്ട്സിന് ഇപ്പോൾ ഫേസ്ബുക്കുകാർ അനുവദിച്ചിട്ടുണ്ട്. ഓരോരുത്തരും ഇങ്ങനെ ഫേസ്ബുക്ക് തുറന്നാൽ ഇങ്ങനെ ഹലോ അസ്സലാമു അലൈക്കും ഹൗ ആർ യു എന്നൊക്കെ പറഞ്ഞില്ല. ഓരോരുത്തർക്കും ചാറ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ളുഹർ ഉണ്ടാവില്ല, അസർ ഉണ്ടാവില്ല, മഗ്രിബ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഗെയിംസ് ഉണ്ട്, ഇന്റർനെറ്റ് ഗെയിംസ് ഉണ്ട്. പുതിയ തലമുറ അങ്ങോട്ടാണ്. ഈ കുറച്ച് പ്രായമുള്ള വയസ്സന്മാർക്ക് എന്തായാലും ഇതിനൊരു കഴിവില്ലാത്തതുകൊണ്ട് അവർ ആ ഹലാക്കിൽ കുടുങ്ങിയിട്ടില്ല. പലർക്കും ഇത് അറിയില്ല. അത് ഹൈറാണ്, അറിയാത്തത് ഹൈറാണെന്ന്. പത്രം കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ വേറൊരാൾ തമാശ പറയും. എനിക്ക് നന്നായി തോന്നി, അത്രയും ശല്യം കുറഞ്ഞല്ലോ. കാര്യം പത്രത്തിൽ വരുന്ന വാർത്തകൾ അങ്ങനെയാണ്. 2 ദിവസമായിട്ട് പത്രം കിട്ടി. കേരളത്തിൽ നിന്ന് നമ്മൾ ബാംഗ്ലൂരോ ഡൽഹിക്കൊക്കെ പോയി കഴിഞ്ഞാൽ മലയാള പത്രം കിട്ടില്ല. ഇംഗ്ലീഷ് പത്രം വായിച്ചാൽ സാധാരണ മലയാള പത്രം വായിക്കാവുന്ന ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ പത്രം കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ അത്രയും ഹയർ, കാര്യം അത്രയും ഇടങ്ങേർ കുറഞ്ഞല്ലോ. കാരണം ആ കോലത്തിലുള്ള വർത്താനാണല്ലോ പത്രത്തിൽ വരുന്നത്. അപ്പോൾ പറഞ്ഞ കാര്യം, നമ്മുടെ ജീവിതം റേഡിയോ അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ പരസ്യങ്ങൾ, റേഡിയോ വളരെ കുറഞ്ഞ ആളുകൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ആപ്പിൾ റേഡിയോ, മറ്റേ റേഡിയോ, മുന്തിര റേഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് പല റേഡിയോകളും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പല കടകളിലും റേഡിയോ കച്ചവടം ചെയ്യുന്ന സമയത്ത് റേഡിയോ ഇങ്ങനെ വെച്ചിരിക്കുന്നു, അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു. അതിലെ ഓരോ പരസ്യങ്ങൾ അതൊക്കെ നമ്മുടെ മനസ്സിൽ ആന്തോളനങ്ങൾ ഉണ്ടാക്കും. സത്യവിശ്വാസികളായ ആളുകൾ നിർദ്ദേശം നേരം ഖുർആൻ വെച്ചൂടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഗതി വെച്ചൂടെ, ടേപ്പ് റെക്കോർഡ് അതിനു വേണ്ടി വാങ്ങി വെച്ചിരിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ ഓരോ സംഗതികളും ഒരപ്പം നമ്മൾ കാറിൽ പോകുമ്പോൾ നല്ല മനുഷ്യന്മാർ, നല്ല തപ്പമുള്ള വള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോ കാറങ്ങോട്ട് ഓൺ ചെയ്തപ്പോൾ അങ്ങനെ മൃദുല വികാരങ്ങളെ ഇക്കപ്പെടുത്തും. നല്ല 1ാം ക്ലാസ് മാപ്പിളപ്പാട്ട് അങ്ങനെ അടിച്ച് ചെവിയിൽ ഇങ്ങനെ കയറുകയാണ്. പ്ലീസ് അതൊന്ന് ഓഫാക്കണം എന്ന് പറയേണ്ട ഒരവസ്ഥ ഉണ്ടാകും. കാരണം നമ്മുടെ മനസ്സിനെ എപ്പോഴും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് പിശാചിൻ്റെ മാർഗത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന, റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പരസ്യങ്ങൾ, എന്ത് ദേവാദി പരസ്യങ്ങളാണ് അത്. എല്ലാത്തിനും പത്രം തുറന്ന പരസ്യങ്ങൾ, മറ്റ് തുറന്ന ഈ TV തുറന്ന പരസ്യങ്ങളോ സദാചാരത്തിന്റെ എല്ലാ സീമകളെയും ലംഘിക്കുന്ന പരസ്യങ്ങൾ. ചുറ്റുപാട് അങ്ങനെയാണ്. ഇബ്ലീസിന് ആധിപത്യമുള്ളൊരു ചുറ്റുപാടാണ്. പിടിച്ചുകൊണ്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് ഇബ്രാഹിം നബിയും അതുപോലെ തന്നെ ത്യാഗവും സ്മരണയും ഇസ്മായിലും ബലിയും. അതിനിടയ്ക്ക് മറ്റെല്ലാം നടക്കും. പള്ളിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് സംഘടിത 3000 റുപ്യ. കുഴപ്പമില്ലല്ലോ, 3000 റുപ്യേൻ്റെ കൊടുത്ത എവൻ്റെ ഒളിഹിയത്തും കഴിഞ്ഞെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ സമുദായം ഒന്ന് ആലോചിക്കേണ്ട സംഗതിയാണ്. ഇങ്ങനെ സംഘടിത ഒളിഹിയത്ത് നടത്തണ്ടോ? ഒരുപാട് വെട്ടി അറിഞ്ഞ് 7 കിലോ 10 കിലോ 15 കിലോ ഒക്കെ ആൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് എടുത്ത് കളയേണ്ടതിൽ ഇതും ദീനുൽ ഇസ്ലാമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒളിഹിയത്തും തമ്മിൽ എന്ത് ബന്ധമാണ് എന്നുള്ളത് ആലോചിക്കേണ്ട. ഇത് ആൾക്ക് ഒരു സംഘടനാ പ്രവർത്തകർക്ക് സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമാക്കാനുള്ളത്. ഒരുപാട് മനുഷ്യന്മാർ അവിടെ മുസാഫർപൂരിലുണ്ട്, ആസാമിലുണ്ട്, ഇപ്പൊ ഇവിടെ വയനാട്ടിലുണ്ട്, പലയിടത്തുണ്ട്. അങ്ങനെ അർത്ഥേ പറ്റുള്ളൂന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ട് കൊടുത്തോളൂ. ഇവിടെ ഈ ടൗണിൽ തന്നെ 15 കിലോ 20 കിലോ ഓരോ വീട്ടുകാർക്ക് കിട്ടുന്നതിൽ വെട്ടി അറുത്ത് അറിഞ്ഞാൽ ഇബ്രാഹിം നബി ഇസ്മായിൽ അറുക്കാൻ പോയപ്പോൾ ഉള്ള മാനസികാവസ്ഥയിൽ കിട്ടിയ കൂലി കിട്ടുമെന്ന് വിചാരിച്ച് ആരും ചെയ്യാൻ നിൽക്കണ്ട. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് സത്യമാണ് കേട്ടോ, അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല കേട്ടോ. ഇതിങ്ങനെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ബോർഡ് വെച്ചിരുന്നു സംഘടിത ഉൽഹിയത്ത്. ഇങ്ങനെ എന്തിനാണ് സംഘടിത ഉൽഹിയത്ത്? അങ്ങനെ എന്ത് ദീനുൽ ഇസ്ലാമിൽ ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് കിട്ടുന്നില്ല. സംഘടിത ഉൽഹിയത്ത് പ്രവാചകന്റെ കാലത്തോ അതിനുശേഷമൊക്കെ ഇങ്ങനെ ബോർഡും വെച്ച് ആളുകളുടെ സംഘടിത ഉൽഹിയത്ത് നടക്കണ ഏർപ്പാടുണ്ടോന്നൊന്നും എനിക്കറിയില്ല. അത് ചിലപ്പോൾ എൻ്റെ വിവരക്കേടായിരിക്കാം. പക്ഷെ എന്തായിരുന്നാലും അത് ഈ ബലിയുടെ ആത്മാവുമായി യോജിക്കുന്നില്ല എന്ന എൻ്റെ ശുദ്ധമായ മനസാക്ഷിയുടെ വർത്തമാനം എൻ്റെ സഹോദരങ്ങൾ അറിയിക്കുകയാണ്. സൂക്ഷിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ തരത്തിലുള്ള ഈ ചെറിയ ചപ്പടി വിദ്യകളൊക്കെ കാണിച്ചിട്ട് നമ്മളിങ്ങനെ ഇന്റർനെറ്റിന്റെയും അതുപോലെ ടിവിയുടെയും അതുപോലെ തന്നെ ഫേസ്ബുക്കിന്റെയും അതുപോലെ തന്നെ വേറെ വല്ലതിന്റെയും ലോകത്തെങ്ങനെ വിരാജിച്ചു മനസ്സൊക്കെ വേറെ എവിടെ പൂഴ്ത്തി വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് പൈസ എറിഞ്ഞ് സംഘടിത ഉൽഹിയത്ത് നടത്തിയിട്ട് ഇങ്ങനെ അതിൻ്റെയൊക്കെ കൂലി അടിച്ചളയാം എന്ന് വിചാരിച്ചാൽ രക്ഷപ്പെടുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അള്ളാഹു എന്തോ പരീക്ഷ കളയുമെന്ന് എനിക്ക് പേടിയുണ്ട്. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക. ഇതിന്റെ ആത്മാവ് കണ്ടെത്തുന്ന മഹാനായ ഇബ്രാഹിം നബി എങ്ങനെ ജീവിച്ചു, അതിനെ എങ്ങനെ ഇസ്മായിൽ നബിയുമായിട്ട് അത് ബന്ധപ്പെടുത്തി അള്ളാഹ് മുഹമ്മദ് നബിക്ക് പറഞ്ഞെടുത്തു, മുഹമ്മദ് നബി എങ്ങനെ അത് ജീവിതത്തിൽ പകർത്തി കാണിച്ചെടുത്തു, ആദ്യകാല തലമുറ എന്ത് ചെയ്തു, അതെങ്ങനെ എത്ര നല്ല നിലയിൽ പകർത്താൻ കഴിയും എന്ന് ചിന്തിച്ച് പഠിച്ച് പകർത്താൻ വേണ്ടി ശ്രമിക്കുക. അതിന് കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ അർളനാ അബൂബക്കർ വഉമർ വഉസ്മാൻ വഅലിയം ബഖിയതി അസ്ഹാബി റസൂലില്ലാഹി അജ്മഈൻ. കാരുണ്യവാനായ തമ്പുരാനെ ഞങ്ങളുടെ എല്ലാ വൻപാപങ്ങളും
പാപങ്ങളും ചെറുപാപങ്ങളും നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും ഭാര്യ സന്താനങ്ങൾക്കും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നാട്ടാർക്കും കുടുംബത്തിലെ മുഴുവൻ ആളുകൾക്കും മുൻകാല സത്യവിശ്വാസങ്ങൾ നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളിന്ന് മുന്നേ നിന്നിലെത്തിയ ആൾക്കാരുടെ ഖബറിടങ്ങളെ സ്വർഗ്ഗ പൂങ്കാവനങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരണേ തമ്പുരാനെ. ഞങ്ങളിലുള്ള രോഗികളുടെ രോഗങ്ങളെല്ലാം നീ ശിഫയാക്കി തരണേ തമ്പുരാനെ. അവരുടെ പ്രയാസങ്ങളെല്ലാം നീ മാറ്റി കൊടുക്കണേ തമ്പുരാനെ. അതുപോലെ ഈ സമുദായത്തിൻ്റെ നേരെ വരുന്ന പ്രശ്നങ്ങളെ നീ തടുക്കണേ തമ്പുരാനെ. അതിൽ ഞങ്ങളെ രക്ഷിക്കണേ തമ്പുരാനെ. അഭിമാനപൂർവ്വം ദീനുൽ ഇസ്ലാം സ്വീകരിക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള സാഹചര്യം നീ നൽകണേ തമ്പുരാനെ. അതിനുള്ള തൗഫീഖ് നീ നൽകാൻ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അകലങ്ങളിലുള്ള ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഏറ്റവും ഉത്തമമായ തഖ്വയുള്ള ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഹിദായത്തും ഇസ്തിഖാമത്തും അവർക്ക് നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ സന്താനങ്ങളിലും സമ്പത്തുകളിലും നീ നന്മ വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. ഞങ്ങളുടെ ജീവിതം ഏറ്റവും ഉത്തമമായ വഴിത്താരയിലൂടെ നയിക്കണേ തമ്പുരാനെ. ശാന്തമായി ജീവിച്ച് ശാന്തമായി മരിച്ച് നിന്നിലേക്ക് മടങ്ങാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. നാഥ, ഞങ്ങളുടെ സക്രാത്തുൽ മൗത്ത് ആശ്വാസകരമാക്കി മാറ്റണേ തമ്പുരാനെ. ഖബറിടങ്ങൾ പ്രകാശപൂരിതങ്ങളാക്കി തരണേ തമ്പുരാനെ. മഹ്ശറയിൽ നീ ഞങ്ങളെ സഹായിക്കണേ നാഥ. നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. സ്വർഗം നൽകി അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങളെ ഈ പ്രാർത്ഥന തട്ടിക്കളയാതെ സ്വീകരിക്കണേ തമ്പുരാനെ. ഈ വരുന്ന ഏറ്റവും ഉത്തമമായ ദിനങ്ങൾ നിനക്ക് തൃപ്തികരമായ ഉന്നതമായ രീതിയിൽ പ്രയോജനപ്പെടുത്താനുള്ള തൗഫീഖും നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم انصر أعمال المجاهدين في كل أماكن الأرض يا أرحم الراحمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين.